ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാമായണ പാരായണം 12ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് രാമായണത്തിലെ ഏറ്റവും മഹത്തായ ഒരു ശ്ലോകത്തെക്കുറിച്ചാണ്. രാമം ദശരഥം വിദ്ധിമാം വിദ്ധിജനകാത്മജം അയോധ്യം അടവിം വിദ്ധി ഗച്ഛാതാത യഥാസുഖം. വനവാസത്തിനായിട്ട് രാമനും ലക്ഷ്മണനും യാത്ര തിരിക്കുമ്പോൾ ലക്ഷ്മണൻ്റെ ഭാര്യയായ സുമിത്ര ഇങ്ങനെ പറയുന്നു: ലക്ഷ്മണവീരൻ സുമിത്രയാമമ്മയെ തൽക്ഷണേ കൗസല്യ കയ്യിൽ സമർപ്പിച്ചു വന്നിച്ച നേരം സുമിത്രയും പുത്രനെ നന്ദിച്ചെടുത്തു സമാശ്ലേഷവും ചെയ്തു. നന്നായി അനുഗ്രഹം ചെയ്തു തനയന് പിന്നെയും ഉപദേശവാക്കു അരുൾ ചെയ്ത. അഗ്രജൻ തന്നെ പരിചരിച്ചപ്പോഴും അഗ്രേന നടന്നുകൊള്ളേണം പിരിയാതെ. രാമനെ നിത്യം ദശരഥനൻ എന്നുള്ളിലാമോദമോട് നിരൂപിച്ചു കൊള്ളണം. എന്നെ ജനകാത്മജയെന്നുറച്ചുകൊൾ, പിന്നെ അയോധ്യയെന്നോർത്തിടവിയെ മായാവിഹീനമീ വണ്ണമുറപ്പിച്ചു പോയാലുമെങ്കിൽ സുഖമായി വരികതേ. മാതൃവദനം ശിരസി ധരിച്ചു കൊണ്ടാദരവോട് തൊഴുതു സൗമിത്രിയും തന്നുടെ ചാപശരാദികൾ കൈക്കൊണ്ടു ചെന്നു രാമാന്തികേ നിന്നു വണങ്ങിനാൻ. തൽക്ഷണേ രാഘവൻ ജാനകി തന്നോടും ലക്ഷ്മണനോടും ജനകനെ വന്നിപ്പാൻ പോകുന്ന നേരത്തു പൗരജനങ്ങളെ രാഗമോടെ കടാക്ഷിച്ചു കുതൂഹല. കോമളനായ കുമാരൻ മനോഹരൻ ശ്യാമളരമ്യ കളേബരൻ രാഘവൻ കാമദേവോപമൻ കാമതൻ സുന്ദരൻ രാമൻ തിരുവടി നാനാ ജഗത അഭിരാമന ആത്മാരാമനും അംബുജലോചനൻ കാമാരിസേവിതൻ നാനാജഗന്മയൻ താതാലയം പ്രതി പോകുന്ന നേരത്ത് സാദം കലർന്നൊരു പൗരജനങ്ങളും പാദചാരേണ നടക്കുന്നത് കണ്ടു ഏതം കലർന്നു പരസ്പരം രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഒരിക്കൽ വിക്രമാദിത്യൻ തൻ്റെ സദസ്സിലുള്ളവരോട് രാമായണത്തിലെ ഏറ്റവും മഹത്തായ ശ്ലോകം ഏതാണ് എന്ന് ചോദിച്ചു. അപ്പോൾ പണ്ഡിതനായ വരരുചി അയോധ്യാകാണ്ഡത്തിലെ 40ാം അധ്യായത്തിലെ 9ാമത്തെ ശ്ലോകമാണ് മുൻപ് പറഞ്ഞ ശ്ലോകം. സമകാലിക ജീവിതത്തിൽ നിന്നും അന്യം നിന്നു പോകുന്ന മൂല്യത്തകർച്ചയ്ക്കുള്ള മറുപടി കൂടിയാണ് ഈ ശ്ലോകം. സ്വാർത്ഥതയും അത്യാർത്ഥിയും ഇന്നത്തെ മനുഷ്യരെ സദാചാരരഹിതരും
സുഖലോലുപതയിൽ അധിഷ്ഠിതവുമായ ഒരു മായാലോകത്തിൽ എത്തിച്ചിരിക്കുകയാണ്. ബന്ധങ്ങളും കടപ്പാടുകളും മറന്നുള്ള മനുഷ്യൻ്റെ പ്രയാണം എത്രമാത്രം ആപൽക്കരമാണ് എന്ന് കാലം തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. സമൂഹത്തിൻ്റെ ഗതിവിഗതികൾക്ക് ഒരു നാൾ വൈകൃതങ്ങൾ ഉണ്ടാകുമെന്ന് കാന്തദർശിയായ ആദികവി വിഭാവനം ചെയ്യുന്നു. മാനുഷികത, നന്മ, ആർദ്രത, സത്യനിഷ്ഠ, സാമൂഹിക ധർമ്മം, നീതി, സഹനം, ത്യാഗം, സൗഹൃദം തുടങ്ങിയ മഹത്തായ ഗുണങ്ങളും സന്ദേശങ്ങളും നിത്യേനയുള്ള രാമായണ പാരായണങ്ങളിൽ